ഹലോ മക്കളെ, +1 ബയോളജിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ബയോളജി എന്ന് പറയുന്നത് +1 ഓഫ് കോഴ്സ് നിങ്ങൾക്ക് A+ വാരിക്കൂട്ടാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. ഈ വർഷം നിങ്ങൾ ബയോളജി പഠിക്കാൻ പോകുന്നത് ബോട്ടണി എന്നും സുവോളജി എന്ന് പറഞ്ഞ് 2 സെക്ഷൻസ് ആയിട്ടാണ്. അപ്പോ ആദ്യം നമുക്ക്, നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ് പഠിച്ചു വന്നിരിക്കുന്ന മക്കളായതുകൊണ്ട് 10ാം ക്ലാസ്സിലെ ബയോളജിയും +1 ബയോളജിയും എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ SSLC ബയോളജി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചത് പ്രിറ്റി മിസ് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ടീച്ചർ തന്നെ പറയും എങ്ങനെയായിരുന്നു 10ാം ക്ലാസ്സിലെ ബയോളജി അവർക്ക് പഠിക്കാൻ. കാരണം കുട്ടികൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് നമുക്ക് എന്താണ് ഒരു ബയോളജി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ 8 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഒരു സെപ്പറേഷൻ അവിടെ ഇല്ല. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം കോൺസെപ്റ്റ് ബേസ് ആയിട്ട് വളരെ ചുരുക്കിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഒന്നും ഡീറ്റെയിൽ അല്ല. അതായത് +1 കയറുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ 10th കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ നമ്മൾ കുറേ ഡിസീസസിനെ കുറിച്ച് പഠിച്ചു, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിച്ചു. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹോർമോൺസ്, എൻസൈംസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത് വരാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ +1 ഹയർ സെക്കൻഡറിയിലേക്കാണ് കിടക്കുന്നത്. പിന്നെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് SCERT സിലബസിന്റെ ബേസിലാണ് നമ്മൾ പഠിച്ചത്, ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് NCERT സിലബസിലാണ്. അതായത് +1 +2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി NCERT ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരിക. സോ +1 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ ഇരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 2 പാർട്ട് 2 അതെ. അപ്പൊ 2 ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഒറ്റ ടെക്സ്റ്റ് ബുക്ക് ആണ്. പക്ഷെ ഒറ്റ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 8 ആയിരുന്നു അല്ലെ, 10ാം ക്ലാസ്സിൽ 8 ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഇരട്ടിയിൽ കൂടുതലുണ്ട്. 19 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഐ തിങ്ക് 9 അല്ലെ 9 ചാപ്റ്റേഴ്സ് ബോട്ടണിയും 10 ചാപ്റ്റേഴ്സ് സുവോളജിയിലുമായിട്ടാണ് വരുന്നത്. സോ കണ്ടന്റ് നല്ല കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ടെർമിനോളജി ഒക്കെ നമ്മൾ കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടേംസുകൾ പഠിക്കാവുന്നൊക്കെയാണ്. പക്ഷെ +1 വരുമ്പോഴത്തേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. ഇൻഡെപ്ത് പോകുന്നു പറയാം. പല കാര്യങ്ങളും വളരെ ഡെപ്ത് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ഈ പറയുന്ന പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ അനിമൽ കിങ്ഡം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് അവർക്ക് ഒത്തിരി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ട്. ഒരാളുടെ സഹായം, ടീച്ചേഴ്സിന്റെ സഹായം ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല സാറേ, SLC വരെ മലയാളം മീഡിയം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ടെക്സ്റ്റ് മലയാളം വേർഡ്സിലാണ്. പ്രത്യേകിച്ച് ബയോളജിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് വാക്കുകൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഈ +1 +2 വരുമ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്ക് വലിയൊരു പ്രശ്നമായിരിക്കും ഇംഗ്ലീഷിലേക്ക് പഠിക്കുന്ന സമയത്ത്. കാരണം ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷാണ്. ടേംസുകൾ വരുന്നത് നമുക്ക് മലയാളത്തിൽ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു പഠിക്കുന്നുണ്ടെങ്കിലും ആൻസർ ഷീറ്റിൽ നിങ്ങൾ ആ ഒരു സ്പെസിഫിസിറ്റി അതൊരു ഡിഫിക്കൽട്ടി സാധാരണ മക്കൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ പലർക്കും തോന്നുന്നു എങ്ങനെ പിന്നെ ഇതെങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുക, എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് ബയോളജി. പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ കോൺഫിഡൻസ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്യാനുള്ള ഫുൾ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തിയറി നമ്മൾ പഠിച്ചതിന് ശേഷം അതിന്റെ ടെസ്റ്റ് പേപ്പേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അത് കഴിഞ്ഞ് മൊഡ്യൂൾ എക്സാംസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഡിസ്കഷൻസ്, ഇതെല്ലാം കഴിഞ്ഞ് മാരത്തോൺ ലൈവും അതും എല്ലാമായിട്ട് കംപ്ലീറ്റ് എക്സാമിന് മുന്നേ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ തലയിലേക്ക് നമ്മൾ ഇങ്ങനെ അരച്ച് കലക്കി കുടിക്കാന്ന് പറയുന്ന പോലെ നിങ്ങളുടെ തലയിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ്. അപ്പോൾ വളരെ നിങ്ങൾ പോലും അറിയാതെ ഈ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് ഓരോ ടേംസും എത്ര കേട്ട് നിങ്ങളെ താനേ പഠിച്ചെടുക്കുകയാണ്. ബയോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു കാരണം എന്ന് പറയുന്നത്, കാരണം ഓരോ ഫാക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ അറിയാനും ഇല്ല, നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയർ നല്ലോണം ഫോളോ ചെയ്യാനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു ബോർഡം തോന്നാത്ത രീതിയിൽ ഈ ടേംസ് ഒക്കെ വളരെ ഈസി ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അഗ്നി ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ ബയോളജിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, ഈസി ആയിട്ട് ഫുൾ മാർക്ക്, അതിൽ വേറെ ഒരു കുറവുമില്ല, ഒരു ഡൗട്ടും ഇല്ല. 100 ഔട്ട് ഓഫ് 100 എന്ന് പറയുന്നത് പോലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തരും. ഞങ്ങൾ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അഗ്നി ലൈവ് ബാച്ചുകളിൽ കാണാം.